പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് കർത്താവിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു: സ്വർണം ഉലയിലെന്ന പോലെ കർത്താവ് നമ്മളെ ശോധന ചെയ്യുന്നു. സ്വർണം ഉലയിലിട്ടുരുക്കി അതിൻ്റെ മാലിന്യം അകറ്റിക്കളയുന്ന തനി തങ്കമാക്കി മാറ്റുന്നത് പോലെ ദൈവം നമ്മളെ ശോധന ചെയ്ത് അവൻ്റെ സ്വന്തമാക്കി മാറ്റുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം ഒരുവനെ സ്നേഹിക്കുമ്പോൾ എന്തിനാണ് അവൻ്റെ ജീവിതത്തിൽ ഇത്രയും സങ്കടങ്ങളുടെ വേലിയേറ്റങ്ങൾ നൽകി അവൻ്റെ ജീവിതത്തെ ഉരുക്കി വാർക്കുന്നതെന്ന് പലപ്പോഴും പലരുടെയും ഹൃദയത്തിനകത്ത് ഉദിച്ചു വരുന്ന ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിന് മാത്രം ഉത്തരം പറയുന്ന ഒരുപാട് ദൈവവചനങ്ങൾ തിരുവചന സംഹിതയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരോടക്കുഴൽ എപ്രകാരമാണ് പാടുവാനായിട്ട് തുടങ്ങുന്നത്. ആറ്റിറമ്പിലെ ഈറ്റക്കൂട്ടത്തിന് നടുവിൽ അത് നിൽക്കുമ്പോൾ കാറ്റിൻ്റെ പാട്ട് മാത്രമേ അത് കേട്ടിട്ടുള്ളൂ. ഒരിക്കൽ പോലും സ്വയം പാടുവാൻ ഈറ്റക്കൊമ്പിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈറ്റക്കൊമ്പ് ഈ ആറ്റുവക്കിലെ ഈറ്റക്കൂട്ടത്തിന് നടുവിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുന്നുണ്ട്. മുറിവേൽക്കുന്നിടത്ത് തുടങ്ങി അവൻ്റെ ജീവിതത്തിൻ്റെ പുതിയ മാറ്റം. അതിനുശേഷം അതിനെ കൊണ്ടുവന്ന് പൊള്ളുന്ന വെയിലിനകത്തിട്ട് അതിൻ്റെ വർണ്ണാഭമൊക്കെയും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തീക്കനലിനകത്തേക്ക് കമ്പി വെച്ച് പഴുപ്പിച്ചെടുത്ത് അതിൻ്റെ തൊണ്ടയ്ക്ക് തന്നെ ആദ്യത്തെ കുത്തുകുത്തുന്നുണ്ട്. പിന്നീട് ഒന്നു കുറയാതെ 7 തുളകൾ അതിന് ദേഹത്തിടുന്നുണ്ട്. പിന്നീടാണ് അതിനെ എണ്ണയൊഴിച്ച് തഴുകി വൃത്തിയാക്കിയെടുത്ത് ആ ഇടയൻ തൻ്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് തൻ്റെ ജീവശ്വാസം ആ തുളകളിലൂടെ ഒഴുക്കിവിട്ട് ഈണത്തിനൊപ്പം കൈവിരലുകൾ ചലിപ്പിച്ച് കഴിയുമ്പോൾ ഈ ആറ്റുവക്കത്തെ ഈറ്റക്കൊമ്പ് ഈണത്തിൽ പാടുന്ന പാഴ്മുളം തണ്ടായിട്ട് മാറും, മുളം തണ്ടായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, എവിടെ മനുഷ്യൻ മധുരഗീതം ആലപിക്കണമോ, എവിടെ മനുഷ്യന് ജീവിതത്തിൽ രൂപാന്തരം പ്രാപിക്കണമോ, അവിടെയൊക്കെ മനുഷ്യൻ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ പാതയിലൂടെ കടന്നുപോയിട്ടുണ്ട്. കണ്ണുനീരിൻ്റെയും വേദനയുടെയും നൊമ്പരങ്ങളുടെയും സ്നാനഘട്ടങ്ങളിൽ നിമഗ്നം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യനും ഇന്ന് വരെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ടില്ല. നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവത്തിൻ്റെ കൃപകൾ ജീവിതത്തിൽ നിറയപ്പെടണമോ, ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിതം സമ്പന്നമായി മാറണമോ എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉറപ്പായും നീ കണ്ണുനീരിൻ്റെ പാതകളിലൂടെ സുദീർഘം നടക്കേണ്ടതായിട്ട് വരും. വേദനകൾ നിന്നെ ഒന്നൊഴിയാതെ അലക്കി പിഴിയുന്ന അനുഭവം നിന്റെ ജീവിതത്തിലേക്കുണ്ടാകും. അത് കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹമാക്കി മാത്രം കണക്കാക്കിക്കൊള്ളുക. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നില്ലേ: കുശവന്റെ കയ്യിലെ കളിമണ്ണാണ് ഞാൻ. കുശവന്റെ കയ്യിലെ കളിമണ്ണിന്റെ ഗതികേട് നിങ്ങൾക്കറിയാവല്ലോ. ചവിട്ടി കൂട്ടി വെള്ളമൊഴിച്ച് ചവിട്ടി മെരുക്കിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ട് ചർക്കയ്ക്കകത്ത് വെച്ച് കറക്കി അവൻ്റെ വിരലുകൾ ആഴത്തിൽ നിന്ന് ഓടിച്ച് ഒരു രൂപമുണ്ടാക്കി അതിനെ എടുത്തു കൊണ്ടുപോയി ഏകാന്തതയിൽ കൊണ്ടുപോയി വയ്ക്കും. അപ്പോഴും മണ്ണിൻ്റെ സഹനം തീർന്നില്ല. പിന്നീട് അതൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ അതിനെ എടുത്ത് തീച്ചൂളയ്ക്കകത്തേക്ക് വലിച്ചെറിയും. ആ തീച്ചൂളയ്ക്കകത്ത് കിടന്ന് പൊള്ളും. ഒടുവിൽ അവിടെ നിന്നെടുക്കുമ്പോൾ രാജാവിൻ്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെക്കുന്ന വീഞ്ഞ് പകർന്നു കൊടുക്കുന്ന പാനപാത്രമായിട്ട് ഈ മണ്ണ് രൂപപ്പെടും. അവിടെയും പ്രിയപ്പെട്ടവരെ, ചവിട്ടി ചവിട്ടി തിരുമി കറക്കിയെടുത്ത് ഏകാന്തതയിൽ വലിച്ചെറിഞ്ഞ് ചുട്ടുകൊള്ളുന്ന തീക്കകത്ത് ഉരുകിയെടുത്ത് കഴിയുമ്പോഴാണ് മൺകുടം, മൺപാത്രം യഥാർത്ഥമായ അതിൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കുന്നത്, പാനപാത്രമായി മാറുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിലൂടെ കടന്നു പോകാതെ, സഹനത്തിൻ്റെ വഴികളിലൂടെ നടന്നു നീങ്ങാതെ ഒരു മനുഷ്യനും ജീവിതത്തിൽ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുകയില്ല. ഒന്ന് കണ്ണടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. നാഥനായ പിതാവേ,
കാലം ഇതുവരെ ജീവിതത്തിൻ്റെ മേൽ നൽകിയിരിക്കുന്ന ഓരോ കണ്ണുനീരും അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിന് അതിൻ്റെ കൃപ നൽകണമേ. ആമേൻ.